അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയും അവൻ തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്ത് ജീവിതം നയിക്കുന്നതിനു വേണ്ടിയാണ്. ഈ കാര്യമാണ് നാം ഏതാനും ക്ലാസ്സുകളിലൂടെ സൂചിപ്പിച്ചത്. അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അവൻ്റെ റിളക്ക് അർഹമായ കർമ്മം എന്ന് പറയുമ്പോൾ അത് വളരെ ലളിതമായി തന്നെ നമുക്ക് ഗ്രഹിക്കാവുന്ന ഒരു സംഗതിയാണ്. അഥവാ നമ്മുടെ വാക്ക് വളരെ നല്ല നിലയിലാക്കുക, അള്ളാഹു തൃപ്തിപ്പെടുന്ന തരത്തിലുള്ള വാക്കുകൾ നമ്മിൽ നിന്നുണ്ടാവുക, അള്ളാഹു തൃപ്തിപ്പെടുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മിൽ നിന്നുണ്ടാവുക, അള്ളാഹു തൃപ്തിപ്പെടുന്ന വിചാരങ്ങളും ചിന്തകളുമാവുക നമ്മിൽ നിന്നുണ്ടാകുന്നത്. ഇങ്ങനെ നമ്മുടെ വാക്ക്, കർമ്മം, വിചാരം, ചിന്ത എല്ലാം വളരെ മികച്ചതും അഹ്സനുമായി തീരുക, അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളായി മാറുക, അതാണ് അള്ളാഹു തൃപ്തിപ്പെടുന്ന ജീവിതമാർഗം എന്ന് നാം ഗ്രഹിച്ചു, നാം മനസ്സിലാക്കി. നമ്മുടെ ഇബാദത്തുകൾ എല്ലാം ഈ ഗുണം, ഈ തസ്കിയത്ത്, ഈ സംസ്കരണം നമ്മിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. നമസ്കരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻകബൂത്തിൽ നമ്മെ ഉണർത്തുന്നത് വാഖിമിസ് സ്വലാഹ്, നീ നമസ്കാരം നിലനിർത്തൂ, അത് പുലർത്തിപ്പോരൂ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നിന്റെ നമസ്കാരം നീച കൃത്യങ്ങളിൽ നിന്നും നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിന്നെ വിലക്കും. അഥവാ നമസ്കാരം എന്നത് അത് നിന്റെ ജീവിതത്തെ നന്നാക്കി തീർക്കും. നോമ്പും അങ്ങനെയാണ്, സക്കാത്തും അങ്ങനെയാണ്, ഹജ്ജും അങ്ങനെയാണ്. നമ്മുടെ ഇബാദത്തുകൾ സർവ്വതും അതിനുവേണ്ടിയാണ്. ഇത് നമുക്ക് അറിയാവുന്ന, അറിയുന്ന വിഷയം തന്നെയാണ്. പക്ഷേ ഇബാദത്തുകൾ ഒരു വഴിക്കും നമ്മുടെ ചിന്താഗതികളും പ്രവർത്തനവും വാക്കുമൊക്കെ മറ്റൊരു വഴിക്കുമായി തീരുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഇബാദത്ത് എടുത്തിട്ട് കാര്യമില്ല. നമസ്കാരം മുഖേന നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കുന്നില്ല. നോമ്പനുഷ്ഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിഷ്കരണവും ഒരു മാറ്റവും ഒരു ശുദ്ധീകരണവും സംഭവിക്കുന്നില്ല. ഏതൊരു കർമ്മവും ചെയ്തിട്ട് അതുകൊണ്ടൊരു മാറ്റവും ജീവിതത്തിനുണ്ടാകുന്നില്ല എങ്കിൽ ആ കർമ്മം സ്വീകരിക്കപ്പെടുന്നതല്ല, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയുള്ളതല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. പ്രിയ സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും ശുദ്ധമായ ഒരു ജീവിതം, അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുവാൻ അർഹമായ ഒരു ജീവിതം നേടുക എന്നത് നമ്മുടെ ലക്ഷ്യമായി മാറുമ്പോൾ അപ്പോൾ മാത്രമാണ് ഈമാനുള്ള ഒരു വ്യക്തിയായി നാം മാറുക. ഇബാദത്തുകളെപ്പോലെ തന്നെ നമ്മിൽ ഈമാൻ ഉണ്ടാകുമ്പോഴും നമ്മുടെ ജീവിതം മാറ്റം വരും, സംഭവിക്കും. ഈമാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയ ഒരു വചനം, ലൈസൽ ഈമാനു ബിത്തഖല്ലി വലാ ബിത്തമന്നി. ഈമാൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ വേഷത്തിൽ നടക്കലല്ല, ബിത്തഖല്ലി വേഷഭൂഷാദികളല്ല. പ്രത്യേകമായൊരു വേഷം ധരിച്ചാൽ ഈമാനായി, അങ്ങനെയില്ല. വലാ ബിത്തമന്നി, നമ്മളൊക്കെ സ്വർഗത്തിലാണ്, നമ്മളൊക്കെ നല്ലവരാണ് എന്ന ഒരു വ്യാമോഹവുമല്ല. അങ്ങനെ വ്യാമോഹിച്ചിട്ടും കാര്യമില്ല. വലാകിൻ മാ വഖറൽ ഖൽബു, പക്ഷേ അത് ഹൃദയത്തിൽ രൂഢമൂലമാകണം ഈമാൻ.
വസദ്ദഖൽ അമലു ബിഹി, നമ്മുടെ കർമ്മങ്ങൾ അത് മുഖേന സത്യപ്പെടുത്തണം. അഥവാ ഈമാനിനെ സത്യപ്പെടുത്തുന്ന കർമ്മങ്ങൾ നമ്മിൽ ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ ഈമാൻ കൊണ്ടും നമ്മുടെ കർമ്മം നന്നാകും. ഈമാനുണ്ട് എന്ന് പറയുകയും വാക്കും പ്രവൃത്തിയും വളരെ മോശമായി തീരുകയും ചെയ്യുക എന്നത് കാപട്യമാണ്. അങ്ങനെ ഒരു ഇസ്ലാമില്ല, അങ്ങനെ ഒരു ഈമാനില്ല. അങ്ങനെ ഒരാൾക്ക് മുഅ്മിനായി ജീവിക്കാനും കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, മുഅ്മിനുകളുടെ ഈമാനിന്റെ പൂർണ്ണത വരുന്നത് അഹ്സനുഹും ഖുലുഖൻ, അവരിലെ നല്ല സ്വഭാവം രൂപപ്പെടുമ്പോഴാണ്. ഖുലുഖ് നന്നാകുമ്പോഴാണ്, സ്വഭാവം നന്നാകുമ്പോഴാണ് ഈമാൻ പൂർണ്ണമായി തീരുക. അപ്പോൾ ഈമാനിൻ്റെ ബാഹ്യമായ പ്രതിഫലനമാണ് നമ്മുടെ അവയവങ്ങളിലൂടെ നമ്മിലൂടെ സംഭവിക്കുന്ന നല്ല വാക്കും പ്രവൃത്തിയുമൊക്കെ. വാക്ക് നന്നാകാതെ, പ്രവർത്തനം നന്നാകാതെ ഞാൻ മുഅ്മിനാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഈമാൻ അവനിൽ ഈമാനിൻ്റെ ലക്ഷണം അവനില്ല. നോക്കുക, നമ്മുടെ വാക്കിനെപ്പറ്റി, നമ്മുടെ സംസാരത്തെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അള്ളാഹുവിലും ഈമാൻ ഉള്ളവരാണെങ്കിൽ, മൻ കാന യുഅ്മിനു, മുഅ്മിനാവുകയാണെങ്കിൽ, ഈമാൻ ഉള്ളവനാണെങ്കിൽ, വിശ്വാസിയാവുകയാണെങ്കിൽ, ഫൽയഖുൽ ഖൈറൻ, പിന്നെ അവൻ നല്ലതേ സംസാരിക്കാവൂ, നല്ലത് മാത്രമേ സംസാരിക്കാവൂ. ഔ ലിയസ്മുത്ത്, നല്ലത് പറയാനില്ലെങ്കിൽ മിണ്ടാതിരിക്കല, സംസാരിക്കാതിരിക്കാൻ ഉള്ള ഒരു കഴിവ് നേടിയെടുക്കണം. അങ്ങനെയുള്ള വാക്ക് നന്നാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മുഅ്മിനാകാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം ജാറഹു, അവൻ തൻ്റെ അയൽവാസിയെ ആദരിക്കണം, ആ അയൽവാസിക്ക് ആദരവ് കൊടുക്കണം. അയൽപക്കമെന്ന് പറയുന്നത് നമ്മുടെ സഹോദരി സഹോദരന്മാരായി നമുക്ക് കാണണം. അവർക്ക് അനന്തരാവകാശ നിയമം ബാധകമല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാ രംഗത്തും അവർക്ക് ഏറ്റവും നല്ല പെരുമാറ്റവും ജീവിതവും അവർക്ക് കൊടുക്കണം. ഇതാ തബഖ്ത മറഖത്തൻ, നീ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഗുണം ഫഅക്സിർ മഅഹ, കുറച്ചധികം ഉണ്ടാക്കുക. വതആഹദ് ജിറാനക, നിന്റെ അയൽപക്കക്കാരനെ എന്നിട്ട് പങ്കെടുപ്പിക്കുക. നോക്കുക, നമ്മുടെ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കുമ്പോൾ പോലും ചിന്ത ഉണ്ടായിരിക്കേണ്ട അയൽപക്കത്തിൻ്റെ വിഷയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, ഹൃദയത്തിലുണ്ടായിരിക്കണം. അതാണ് മുഅ്മിൻ. അങ്ങനെ അയൽപക്ക ബന്ധത്തിൽ ഈമാൻ ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മുഅ്മിനായി തീരുക എന്ന് പറഞ്ഞാൽ ജീവിതം നന്നാക്കി തീർക്കുക. അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരു യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ മറ്റുള്ള എല്ലാവരും അവൻ്റെ കൈകളിൽ നിന്നും അവൻ്റെ നാവിൽ നിന്നും സുരക്ഷിതരായിരിക്കണം. കൈകൊണ്ട് ഒരു ഷർറും ചെയ്യാത്ത, നാവ് കൊണ്ട് ഒരു ഷർറും പറയാത്ത, ദോഷം പറയാത്ത, മോശം പറയാത്ത ഒരു ജീവിതം നമ്മിൽ ഉരുത്തിരിയുമ്പോൾ മാത്രമാണ് മുസ്ലിമായി തീരുക, മുഅ്മിനായി തീരുക. എത്ര കൃത്യമായിട്ടാണ് ഇതൊക്കെ നമുക്ക് വിവരിച്ചു തരുന്നത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വെറുപ്പ്, വിദ്വേഷം, പക എന്നൊക്കെ ഒരു ഭാഗത്ത് വെച്ച് പുലർത്തുകയും എന്നിട്ട് മുഅ്മിനാണെന്ന് പറയുകയും ചെയ്യുന്ന സ്വഭാവം, അതും ഒരിക്കലും വിശ്വാസവുമായി ഒത്തുചേരുകയില്ല, മുഅ്മിനാവുകയില്ല. ഈമാൻ എന്ന് പറയുന്നത് ജീവിതം നന്നാകണം, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട, അവൻ്റെ പ്രീതിക്ക് അർഹമായ വാക്കും കർമ്മങ്ങളും ആയിരിക്കണം. ലാ യഹില്ലു ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിന് അനുവദനീയമേ അല്ല അൻയഹ്ജുറ അഖാഹു, തൻ്റെ സഹോദരനുമായി പിണങ്ങി നിൽക്കൽ. അൻയഹ്ജുറ അഖാഹു, തൻ്റെ സഹോദരനോട് പിണങ്ങി നിൽക്കൽ.
ഫൗക സലാസത്തി അയ്യാം, 3 ദിവസത്തിനപ്പുറം, 3 ദിവസം പരമാവധി ആകുമ്പോഴേക്ക് അവന്റെ ഹൃദയത്തിൽ വളരണം, ഞാൻ എന്ത് തെറ്റ് ചെയ്തവനാ, എന്നോട് എന്ത് തെറ്റ് ചെയ്തവനാണെങ്കിലും, എന്നെ എങ്ങനെയൊക്കെ പറഞ്ഞവനാണെങ്കിലും, എത്ര ദ്രോഹം എനിക്ക് വരുത്തിയവനാണെങ്കിലും എനിക്ക് നന്നാകണം, അവനോട് നന്നാകണം എന്നൊരു ചിന്താഗതി 3 ദിവസം കൊണ്ട് വരാത്തവന് അവൻ മുഅ്മിനല്ല, യഥാർത്ഥത്തിൽ മുഅ്മിനാകാൻ അവന് കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുകയാണ്. സൂറത്തു ആലിമ്രാനിൽ വളരെ വ്യക്തമായി തന്നെ വിവരിക്കുന്നു. 134-ാമത്തെ വചനം, വൽ കാളിമീനൽ ഗൈള, വിദ്വേഷത്തെ ചവച്ചരച്ചു കളയണം. അല്ലാമ ചവക്കുക, അരക്കുക, ചവച്ചരക്കുക. വിദ്വേഷത്തെ ചവച്ചരച്ച് ദഹിച്ച് ഇല്ലാതാക്കി കളയണം. അത് വെച്ച് നടക്കാൻ അതിൽ ദഹിക്കാത്ത ഒന്നായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്. വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ്, സർവ മനുഷ്യർക്കും മാപ്പ് കൊടുക്കണം. എന്തൊക്കെ ചെയ്തതാണെങ്കിൽ അതിനൊക്കെ മാപ്പ് കൊടുക്കാൻ ഉള്ള സന്നദ്ധത ഈമാൻ മുഖേന ഉണ്ടാകണം, അവന്റെ ഇസ്ലാം കൊണ്ടുണ്ടാകണം. അവന്റെ ഇബാദത്തുകൾ കൊണ്ട് ഈ ഗുണം വളരണം. അപ്പോൾ എത്ര കൃത്യമായ സംഗതിയാണ്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ തൃപ്തി നേടുക, അവന്റെ പ്രീതി എങ്ങനെ കരസ്ഥമാക്കുക, അവന്റെ റിള എങ്ങനെയാണ് നമ്മിൽ വർഷിക്കുക. ഇത് വളരെ കൃത്യമാണ്, നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതിയാണ്. ഒരു മനുഷ്യരോടും എന്നാണ് പറഞ്ഞത്, വൽ ആഫീന അനിന്നാസ്. ഇവിടെ വർഗീയതയൊന്നുമില്ല. ഏത് ജാതിയും ഏത് ആളുകളുമാണെങ്കിലും അവർക്കൊക്കെയും മാപ്പ് കൊടുക്കാനുള്ള സന്നദ്ധത വിശ്വാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ യുഹിബ്ബ ലിന്നാസി, സർവ മനുഷ്യർക്കും ഇഷ്ടപ്പെടണം, നമുക്ക് അവർക്കുണ്ടാകണമെന്ന താല്പര്യമുണ്ടാകണം. മാ യുഹിബ്ബു ലിനഫ്സിഹി, തനിക്ക് ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും. നമ്മൾ സുരക്ഷിതരാവണം, നമ്മെ ആരും അപകീർത്തിപ്പെടുത്തരുത്. ആ ഒരു ചിന്താഗതിയായിരിക്കണം നമ്മുടെ സഹോദരന്മാരുടെ സർവ്വ മനുഷ്യരുടെ കാര്യത്തിലും നമുക്കുണ്ടായിരിക്കേണ്ടത് എന്നർത്ഥം. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കൽ. നോക്കുക, മനുഷ്യർക്കിടയിൽ ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രക്തബന്ധം, വൈവാഹിക ബന്ധം. ഈ ബന്ധങ്ങളെയെല്ലാം കാത്തു സൂക്ഷിക്കുന്നവനാണ് വിശ്വാസി. ഒരു ബന്ധവുമില്ലാതെ അറ്റുപോയ ബന്ധങ്ങളെ അത് ചേർക്കാതെ ജീവിക്കുന്നവൻ യഥാർത്ഥത്തിൽ മുഅ്മിനാകാൻ സാധ്യമല്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവന്റെ കുടുംബ ബന്ധം അവൻ ചേർക്കണം. ചേർക്കുക എന്ന് പറഞ്ഞാൽ അകന്നുപോയതിനെ ചേർക്കുക, അതേപോലെ തന്നെ അറ്റുപോയതിനെ ചേർക്കൽ. ഇതൊക്കെ ചേർക്കാൻ കഴിയുമ്പോൾ അതിനുള്ള ഒരു വിശാലത ഹൃദയത്തിൽ, അതാണ് ശറഹുൻ നഫ്സ്, ശറഹു സദർ. ഈ ശറഹു സദർ നമ്മിൽ കടന്നു വരണം. ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കണം. ലാ യദ്ഖുലുൽ ജന്നത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെ വ്യക്തമായി തന്നെ വിവരിച്ചിരിക്കാൻ, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്ത ലാ തദ്ഖുലൂനൽ ജന്നത ഹത്ത തുഹിബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാകാതെ സ്വർഗത്തിലെത്താൻ കഴിയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ, നിങ്ങൾ പരസ്പരം പരസ്പരം സ്നേഹിക്കാതെ വിശ്വാസികളാകാനും സാധ്യമല്ല. അലാ അദുല്ലുക്കും അലാ ഷൈഇൻ, ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരട്ടെയോ, ഇദാ ഫഅൽതുമു, നിങ്ങൾ അത് ചെയ്താൽ തഹാബബത്തും, പരസ്പരം സ്നേഹിക്കുന്നവരാകും. അഫ്ശു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് വെച്ചാൽ സലാം പറയൽ, അതൊരു പ്രാർത്ഥനയായി തന്നെ പറയൽ. അള്ളാഹുവിൻ്റെ ശാന്തിയും സമാധാനവും സുരക്ഷയും നിങ്ങളിൽ വർഷിക്കട്ടെ എന്ന പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടെ തന്നെ ചെയ്യുന്ന സലാം. അതേപോലെ നല്ല വാക്കുകൾ, സമാധാനം നൽകുന്ന വാക്കുകൾ, സാന്ത്വനത്തിൻ്റെ വാക്കുകൾ, പരസ്പരം സഹായിക്കുന്ന വാക്കുകൾ, ഇതൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്. വളരെ കൃത്യമാണ്. അതിനാൽ വളരെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എല്ലാ തെറ്റിദ്ധാരണകളും തീരുന്ന ഒരു വിഷയമാണിത്. ഇബാദത്തുകളും ഒരു ഭാഗത്തുണ്ടാവുക, ജീവിതം സ്വഭാവം മോശമാവുക എന്നത് ഈമാനിന്റെ ലക്ഷണമല്ല.
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനുകളെ എണ്ണിയിട്ടില്ല. അതുകൊണ്ട് സർവ്വരംഗത്തും പരിവർത്തനം ലഭിക്കപ്പെടുന്ന, പരിവർത്തനമുണ്ടാകുന്ന, നല്ലവരാകുന്ന, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വാക്ക്, കർമ്മം, ചിന്താഗതികൾ എല്ലാം ഉള്ള അവരാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ, മുഅ്മിനുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ പ്രീതിക്കർഹമായ ഒരു ജീവിതം ഈ ദുനിയാവിൽ ജീവിച്ച് ഈ ലോകത്തോട് വിട പറയാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.